കാല് നീട്ടിയിരിക്കുന്ന ഈ പ്രായത്തില് ഇങ്ങനൊരു അഹങ്കാരം നിങ്ങൾ കാണിക്കുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്ത് ധൈര്യത്തില് നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? മാഡത്തിന് നിന്നെ വേണോന്നേ പറഞ്ഞിട്ടുള്ളൂ. അതും ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അത് മാഡം പറയും. മോളിക്കുട്ടി, ഗാഥ എവിടെ? എടി, അവളെ ആരോ വന്ന് പിടിച്ചോണ്ട് പോയി. അവർ കുറെ ആളുകളുണ്ടായിരുന്നു. അയ്യോ എന്റെ ഈശ്വര, എന്തൊക്കെ ഇവിടെ നടക്കുന്നേ? അവരെങ്ങോട്ടാ പോയത്? ദേ ആ ഭാഗത്തേക്കാ പോയത്. ആലോചിച്ച് നിൽക്കാനൊന്നും സമയമില്ല മോളിക്കുട്ടി. നീ വേഗം വണ്ടി എടുത്തേ. അവക്ക് എന്തേലും സംഭവിച്ചു പോയാലേ പ്രശ്നം. നാശം പിടിച്ചവള്. അവളെ കണ്ടാലേ അന്നത്തെ ദിവസം പോക്കാം. നീ വേഗം വണ്ടി എടുത്തേ. വിടറോ? ഇതിനകത്തിട്ട് തീർത്ത് വാങ്ങി. ഹലോ സാറേ, അവളെ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. വെരി ഗുഡ്. ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് അവളെ കൊണ്ടുപോയിക്കോ. ഞാനും മാഡം ഉടനെ തന്നെ അങ്ങോട്ട് എത്തിക്കോളാം. എന്നിട്ട് തീരുമാനിക്കാം അവളുടെ ഭാവി. ഇവള് പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് വിളിച്ചു പറയുന്നത് സാറേ. അതൊന്നും കാര്യാക്കണ്ട. അവളെ എല്ലാ അടവുകളും പായറ്റാൻ അറിയുന്നവളാ. സൂക്ഷിക്കണം. കൊണ്ടുപോയിക്കോ. ആ സത്യവതി മാഡം, ഇറങ്ങി വാടി. ഇറങ്ങി വാടി. വാടി ഇങ്ങോട്ട് വാ. അയ്യോ മാഡം, നിങ്ങളോ? ഞങ്ങളെ ഇവിടെ കൊണ്ടിട്ടിട്ട് ഒരുപാട് ദിവസമായി. ഗാഥ എങ്ങനെ അവരുടെ കൈപ്പെട്ടത്? ഹലോ, അതെ അതെ, എനിക്ക് ഈ സെർവൻസിന്റെ കൂടെ ഇവിടെ കിടക്കാൻ പറ്റില്ല. എന്താണോ താൻ ചിരിക്കുന്നത് കിടന്ന്? ഇങ്ങനെയൊക്കെ കണ്ടാ പിന്നെ എങ്ങനെയാ ചിരിക്കാതിരിക്കുന്നേ? എത്ര ദിവസമായിട്ട് ഞാനും ഇവിടെ വന്ന് കിടക്കുന്നറിയോ? പുറത്തിറക്കി വിടാനല്ല, കൊല്ലാൻ അവരുടെ തീരുമാനം. അത് സാധാരണക്കാരായ നിങ്ങളുടെ കാര്യം. ഐ ആം ഗാഥ ശ്രീനിവാസ്. എനിക്കൊരു അപകടം വന്നാലേ എന്നെ രക്ഷിക്കാൻ ആള് വരും. അതിനുവേണ്ടി എത്ര പണം ചെലവാക്കാനും എന്റെ മമ്മിക്ക് സാധിക്കും. എന്നാ പിന്നെ മമ്മിയും കൂടി അവരിങ്ങോട്ട് തട്ടിക്കൊണ്ട് വരേണ്ടതായിരുന്നു. അപ്പൊ കാര്യങ്ങള് ഭയങ്കര എളുപ്പവും. ദേ, നിങ്ങൾ എന്നോട് സംസാരിക്കാനായിട്ട് വരണ്ട. നിങ്ങളെ പോലുള്ളവരുടെ കൂടെ ഗാഥ ശ്രീനിവാസ് ഒരേ മുറിയിൽ. അതിനേക്കാളും ഭേദം മരണ. കഷ്ടം. അല്ലാതെ എന്തു പറയാനാ? അകപ്പെട്ടിരിക്കുന്നത് പാമ്പിന്റെ വായിലാ. അവിടെ ഇരുന്നോണ്ടാ വലിപ്പച്ചെറുപ്പം പറയുന്നത്. ജീവിതത്തിൽ നന്നാവില്ല എന്നുള്ളത് അറിയായിരുന്നു. മരിക്കുമ്പോഴെങ്കിലും അതൊന്ന് മാറ്റിക്കൂടെ നിനക്ക്? താൻ നോക്കിക്കോ, എന്നിവിടെ കൊണ്ടുവന്നവന്മാരുണ്ടല്ലോ, ആ ക്രിമിനൽസ്, ഒരുത്തനെയും ഞാൻ വെറുതെ വിടില്ല. എങ്ങനെയെങ്കിലും ഞാനൊന്ന് പുറത്തിറങ്ങട്ടെ. എല്ലാവരെയും ഞാൻ പിടിപ്പിക്കും. എല്ലാവരോടും ഞാൻ കണക്ക് ചോദിക്കും. താൻ നോക്കിക്കോടും. സുനിതേ, നീ അവിടെ എവിടെയെങ്കിലും പോയിരിക്കെ. ഇതിന്റെ ഒന്നും അസുഖം ചത്താലും മാറില്ല. മേഡം ഒന്ന് മാറുമോ? ഞാൻ അങ്ങോട്ടൊന്ന് ഇരുന്നോട്ടെ. മോളെ, മോളെ, ഗാഥ മോളെ, മോളെ, ഗാഥ മോളെ, ഗാഥ മോളെ, ഗാഥ മോളെ. എന്താ എന്താ മാം? സിനി, മോള് മുറിയിലില്ല. കുറച്ചു മുമ്പ് ഞാൻ അവളുടെ അടുത്ത് ഷാർപ്പായിട്ട് സംസാരിച്ചായിരുന്നു. അങ്ങനെയെങ്കിലും അവളുടെ മനസ്സിന് അല്പം കാര്യഗൗരവം ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാ പറഞ്ഞത്. പക്ഷെ അവള് സംസാരിച്ച മുഴുവൻ കൃഷ്ണനെ കുറിച്ചായിരുന്നു. വീട് വിട്ടു പോകുന്ന അവളുടെ അടുത്ത് പറഞ്ഞതാ. അവളിത് ചെയ്തെന്നാ തോന്നുന്നു. ഇറങ്ങി പോകുന്നത് നമ്മൾ ആരും കണ്ടില്ലല്ലോ മാം.
കൃഷ്ണയാണല്ലോ വിളിക്കുന്നേ. ഹലോ, ആ കൃഷ്ണ. മാഡം, ഗാഥ എന്നെ കാണാൻ വന്നിരുന്നു. അവൾ എന്നോടും മോൾക്കുട്ടിയോടും വഴക്കിട്ടു. എന്നിട്ടിപ്പോ ഗാഥ എവിടെയുണ്ട്? ഗാഥ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പോ കുറെ ഗുണ്ടകൾ വന്ന് ഗാഥയെ പിടിച്ചോണ്ട് പോയി കാറിൽ കയറ്റി. കൃഷ്ണ എന്താ ഈ പറയുന്നേ? ഞാനും മോളിക്കുട്ടിയും അവളെ തെരഞ്ഞു കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാ. ഇവിടെ വെച്ച് ഇത് സംഭവിച്ചേ? ഞങ്ങള് ചങ്ങാതിക്കടവിന് അടുത്തുള്ള ശാന്തിപുരം എന്നുള്ള സ്ഥലത്ത് നിൽക്കായിരുന്നു. അവിടെ വെച്ചാ മാഡം. കൃഷ്ണ, എന്റെ മോളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ഞാൻ ഉടനെ ഒന്ന് പോലീസിനെ ഇൻഫോം ചെയ്യട്ടെ. ശരി മാഡം, എന്തെങ്കിലും വിവരം കിട്ടിയാ ഞാൻ ഉടനെ തന്നെ മാഡത്തിനെ വിളിക്കാം. ഓ ശരി, താങ്ക് യു. ഗാഥമോള് കൃഷ്ണനെ കാണാൻ ചെന്നെന്ന്. അവിടെ വെച്ച് ആരൊക്കെയോ അവള് തട്ടിക്കൊണ്ടു പോയെന്നാ പറയുന്നേ. എന്താ മാമി പറയുന്നത്? ഞാൻ പോലീസിനൊന്ന് വിളിക്കട്ടെ. മോളിക്കുട്ടി കാണുന്നില്ലല്ലോ. നമ്മള് നോക്കിക്കൊണ്ടിരിക്കുവല്ലേ. ജോഷി, കൊണ്ടുപോവളെ. നിന്നെ കാണാൻ ഒരാള് വന്നിട്ടുണ്ട്. എനിക്കാരെയും കാണണ്ട. പക്ഷെ നിന്നെ അയാൾക്കാണ് കാണേണ്ടത്. വാടിങ്ങോട്ട് വരാനല്ലേ പറഞ്ഞു. ഗോപാലേട്ടാ, കൃഷ്ണയാണെന്ന് കരുതിയ അവര് ഗാഥയെ കൊണ്ടുവന്നിരിക്കുന്നത്. ആ അതെ, എനിക്കും അത് തോന്നി. നിങ്ങളോ? എന്താ മോളെ, നീ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന ഈ പ്രായത്തില് ഇങ്ങനൊരു അഹങ്കാരം നിങ്ങൾ കാണിക്കുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? മാഡത്തിന് നിന്നെ വേണോന്നേ പറഞ്ഞിട്ടുള്ളൂ. അതും ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അത് മാഡം പറയും. നിങ്ങൾ ഒന്നും എന്നോട് പറയണ്ട. ബുദ്ധിയും ബോധമില്ലാത്ത കുറച്ച് തടിയന്മാര് എന്റെ ചുറ്റിലും നിന്നാലേ എല്ലാം തികഞ്ഞു എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്?